മെയിൻ റോഡ് സൈഡിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറി പണിയെടുപ്പിച്ചിരിക്കുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്നൊരു വീടിൻ്റെ വിശേഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. 400 സെൻറ്റ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈനും അതുപോലെ തന്നെ ഡെക്കറേഷനായിട്ട് ഒരുപാട് സ്പോട്ട് ലൈറ്റ് കാര്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് എലിവേഷൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീടിന് വരുന്നത്. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ സ്പോട്ട് ചെയ്തിരിക്കുന്നത് പേയാടിന് സമീപം തച്ചോട്ടാവിലാണ്. വീടിനകത്ത് നല്ല മനോഹരമായ ഇൻറ്റീരിയറും അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസൊക്കെ തന്നെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കാണുന്ന വീടിൻ്റെ ചുറ്റളവിലായിട്ട് തന്നെ സ്കൂളും കോളേജും അതുപോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസൊക്കെ വന്നിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഫുൾ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. 400 സെൻറ്റ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ച വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും ഇൻ്റർലോക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഗാർഡനും പ്രൊവിഷനൊക്കെ സൈഡിൽ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ നല്ല ഡെക്കറേഷനായിട്ട് സ്പോട്ട് ചെയ്തിട്ടുമുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും വീടിൻ്റെ ഫ്രണ്ടേജിൽ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 6x4 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. ഫാൻസി ലൈറ്റ്സും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ചുമര് മുഴുവനും വോൾട്ടയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഡിസൈൻ തന്നെയാണ് ഫ്രണ്ട് ഡോറിന് വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലിവിംഗ് ഏരിയയാണ് വന്നിരിക്കുന്നത്. 18x10 ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ പോർഷൻസ് ഒക്കെ തന്നെ സ്ട്രിപ്പ് ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ഇലക്ട്രിസിറ്റി തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഒരു വുഡൻ പാർട്ടീഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുന്നിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 16x12 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ പണിതിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഡൈനിങ് ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷന് വന്നിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ ഒരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ടച്ച് സെൻസർ മിററാണ് വാഷ് ഏരിയ സൈഡിലായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഒരു ഓപ്പൺ കിച്ചൺ മോഡൽ തന്നെയാണ് വീടിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 8x10 കിച്ചണിൻ്റെ ഡയമെൻഷൻ. മോഡേൺ രീതിയിലുള്ള പണികളൊക്കെ തന്നെയാണ് കിച്ചണിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കിൽ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഇലക്ട്രിക് ചിമ്നിയൊക്കെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചണിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് ഒരു വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പാർട്ടീഷൻ സൈഡ് വരുമ്പോഴത്തേക്കും ഫാൻസി ലൈറ്റ്സ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 10x6 വർക്ക് ഏരിയ ഡയമെൻഷൻ. അവിടെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ റൂംസിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. വോൾ ആർട്ടൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. റൂമിലൊരു വാൾ റൂഫ്സ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തടിയിലാണ് പണിതിരിക്കുന്നത്. ഗ്ലാസിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫാൻസി ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വോൾ ആർട്ടും ചെയ്തിട്ടുണ്ട്. സ്റ്റെയറൊക്കെ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും 18x16 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായൊരു ഹോളാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ നമുക്കൊരു TV യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 14x10 റൂമിൻ്റെ ഡയമെൻഷൻ. റൂമിൽ വോൾ ആർട്ട് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷന് വേണ്ടി ചെയ്തിരിക്കുന്നത്. റൂമിൽ തന്നെ ഒരു വാൾ റൂഫ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു റൂമിലും വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഇവിടെ ഡെക്കറേഷനായിട്ട് വന്നിരിക്കുന്നത്. ഒരു വാൾ റൂപ്സും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. 16x10 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വൈഡ് റേഞ്ചിൽ തന്നെയാണ് റൂം പണിതിരിക്കുന്നത്. ഈ ഒരു റൂമിലും വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള റൂംസിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് പോലെ തന്നെ വാൾ റൂപ്സും ഈ ഒരു റൂമിലും ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോകാം. 6x6 ഡയമെൻഷൻ വരുന്നൊരു ബാൽക്കണിയാണ് വീടിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ് തന്നെയാണ് ബാൽക്കണി ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നല്ല മനോഹരമായ വോൾട്ടയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിൽ വരുന്ന ഹാൻഡിൽസൊക്കെ തന്നെ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഗ്ലാസ് വർക്കും വന്നിട്ടുണ്ട്. ബാൽക്കണി വരുന്ന ഈ ഒരു ഡെക്കറേഷൻ വീടിൻ്റെ എലിവേഷനായിട്ട് നല്ല മനോഹരമാക്കി തീർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന 400 സെൻറ്റ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റ് പണിയെടുത്ത വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 83 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്.